അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്. വല്യമ്മയും ചേച്ചിയൊക്കെ ഇവിടെ താമസിക്കുന്നത്. വല്യപ്പ മരിച്ചു പോയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വല്യമ്മ. ഇത് ചേച്ചി വെച്ച പുതിയ വീടാണ്. വന്നോടനെ തന്നെ ആര്യനും എസ്തറും മൊബൈലിൽ കളി തുടങ്ങി. ഇതാണ് എൻ്റെ അമ്മയും പെങ്ങളും. ഇവരൊക്കെ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ഏതിന് വന്നപ്പോൾ സമയത്ത് ഉടനെ കളി തുടങ്ങി. ടി വി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ടി വി വെറുതെ ഓണായിരിപ്പുണ്ട്. ശല്യം കാരണം ജോഷുവിനെ അവർ തറയിരുത്തി. കിട്ടിയ സമയം അവൻ മുതലാക്കാൻ നോക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ വല്യപ്പ. ഇതാണ് ഇവിടുത്തെ തിരുഹൃദയപ്പടം. ഞങ്ങളുടെ അമ്മ ഒരു കവറിൽ തേങ്ങയൊക്കെ എടുത്ത് നോക്കുന്നു. വല്യമ്മ സ്നേഹത്തോടെ 4-5 തേങ്ങ എടുത്ത് തന്നു. കൊണ്ടുപോകും മക്കളെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിൽ നിന്ന് ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കളെ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനാ തേങ്ങ പിടിച്ച് നിൽക്കുകയാണ്. ഞങ്ങളുടെ അപ്പച്ചിക്ക് ഈ വീട് കാണണമെന്നുണ്ട്. അപ്പച്ചി ഇവിടെ അല്ല, അപ്പച്ചി എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പച്ചി സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ വീട് കാണണമെന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നതാണ്. അവിടെ തേങ്ങ എന്തോ ആര് പിടിക്കുമെന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ നാൻസി തേങ്ങയുടെ കവർ പിടിച്ചിട്ടുണ്ട്. വന്നിട്ട് കുറച്ച് നേരമായി. അതുകൊണ്ട് എല്ലാവരും പോകാൻ വേണ്ടി എണീറ്റിട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ ആരും പറഞ്ഞു തീർന്നില്ല. പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വയ്ക്കുകയാണ്. സമയക്കുറവുണ്ട്. പോകാൻ എണീറ്റിട്ടും ആരും പോകാത്തതിൻ്റെ പേരിൽ നാൻസി പുറത്തോട്ടൊന്ന് ഇറങ്ങി. നാൻസിയുടെ ചെറിയ നമ്പറൊന്നും അവിടെ ഏറ്റില്ല. ആരും ഇറങ്ങുന്നില്ല. അപ്പച്ചി ഇതുവരെയും കാര്യങ്ങളൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല കേട്ടോ. ആര്യനും വരാൻ മടിയും. അവിടുന്ന് ജോഷുവിനെ എടുത്ത് എൻ്റെ അമ്മ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നാൻസി മുമ്പേ ഇറങ്ങാൻ എണീറ്റ് അപ്പച്ചി വീണ്ടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി നാൾക്ക് ശേഷം വരുന്നതല്ലേ. എൻ്റെ അമ്മയുടെ ഒരു സ്നേഹചുംബനം വല്യമ്മയായിട്ട്. ഇതെൻ്റെ ഇളയ മകൻ ജോഷുവയ്ക്ക് വല്യമ്മ ടാറ്റ പറഞ്ഞ് 2 ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ആൾ നോക്കി നിൽക്കുക കേട്ടോ. ആര്യൻ ഇവിടെ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. വരാൻ മടിയുണ്ടെങ്കിലും ഞങ്ങളെല്ലാം പോകുന്നതുകൊണ്ട് ആര്യനും ഇറങ്ങി. അങ്ങനെ ഞാനും എൻ്റെ ചെരുപ്പിട്ട് വെളിയിലോട്ടിറങ്ങി. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, വീഡിയോ എടുക്കുന്നതൊന്നും. വല്യമ്മ പറയാ അതിൽ വഴി സൂക്ഷിച്ച് നോക്കി പോണേ. ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയെന്നാണ് വല്യമ്മ പറയുന്നത്. എന്തെങ്കിലും ഓടിക്കേറി കിടക്കും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം പറഞ്ഞ് ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ പറഞ്ഞു. ഇവിടെ നല്ല വീതിയുള്ള വഴിയുണ്ട്, ലോറി കയറി വരുന്ന വഴിയുണ്ട്. പക്ഷേ കാട് പിടിച്ച് കിടക്കുന്നുണ്ടോയെന്ന് അറിയാത്തത്. ഞങ്ങളുടെ അമ്മ വന്ന് ഓട്ടോയിൽ കയറാൻ പോവുകയാണ്. പെങ്ങളുടെ സ്കൂട്ടർ എവിടെ ഇട്ട് വളയ്ക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഞാൻ പറഞ്ഞു ദൂരെ ആ വലിയ വൃക്ഷത്തിൻ്റെ അടുത്ത് കൊണ്ട് വളച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പെങ്ങൾക്ക് ഇവിടെ ഇട്ട് തന്നെ വളയ്ക്കണം. വാശി. പ്രോ ഡ്രൈവറാണെന്ന് കാണിക്കാനുള്ള വാശിയാണ്. അവസാനം ഇവിടുത്തെ തന്നെ വളച്ചെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മോൻ നോക്കുവാണ് എന്തുവാണ് എൻ്റെ അപ്പച്ചി കാണിക്കുന്നതെന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.